പ്രഗ്നൻസി ടൈമിൽ ഷുഗർ കൺട്രോൾ ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വീക്കിലും നമ്മൾ പോയിട്ട് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ഇന്ന് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയിട്ടോ. എന്താണെന്നറിയില്ല, ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസമൊക്കെ ഭയങ്കര വിശപ്പായിരിക്കും. എനിക്ക് മാത്രം വേദന ആവേണ്ട, ആഷിക്കാക്കും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ആഷിക്കാനെ ഞാൻ നിർബന്ധിക്കേ. പക്ഷെ ആൾക്കും ഭയങ്കര മടിയാണ്. കാരണം അഥവാ ഉണ്ടെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ നമ്മൾ ഇന്നൊരു കല്യാണത്തിന് പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ ആളുണ്ട് മാറ്റി റെഡിയായി നിൽക്കുന്നുണ്ട്. ഞാൻ ചിന്ന കൂട്ടാണ്ട് വ്ളോഗ് എടുക്കാനുള്ള പരിപാടിയാണ്. എന്നെ കൂട്ടാണ്ട് വ്ളോഗ് എടുക്കുമോ? അപ്പൊ നമ്മളിങ്ങനെ മാറ്റി റെഡിയായി നിൽക്കുകയാണല്ലേ. അതെ, കുറേ കാലത്തിന് ശേഷം നമ്മളൊരു കല്യാണത്തിന് വന്നത്. അതെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറേ ഒരു കല്യാണം കൂടിയിട്ട് ഇപ്പോൾ ഓളെ ഉമ്മയും വാപ്പി അങ്ങോട്ട് വരിക. അപ്പോൾ ഓളെ ഉമ്മയും വാപ്പയൊക്കെ എന്താ പറയുക, ലൊക്കേഷനിലേക്ക് എത്താൻ പറഞ്ഞു. നമ്മളിവിടെ അടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അതെ, അപ്പൊ നല്ല ബിരിയാണി ഒക്കെ അടിച്ചിട്ട് വരാം. നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ അടിച്ചു വരാം അല്ലേ. ഓല ഓൾറെഡി അവിടെ എത്തുന്ന പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലേറ്റ് ആയിക്കണ്ട, എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഓല കാണണം. ഗൈസ്, നമ്മൾ എന്താ പറയുക, ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. അരമണിക്കൂറായി. പെങ്ങളെ ക്യാമറയും കൊടുത്തിട്ടാണ് എന്താ പറയുക, അങ്ങോട്ട് ഇത് ശരിയാവുന്നില്ല. പോസ് ഒന്നും ശരിയാവുന്നില്ല. 2-3 ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചായിരുന്നു. ഇതിനാണെങ്കിൽ ഡ്രസ്സും പറ്റുന്നില്ല. എല്ലാം സ്റ്റിച്ചൊക്കെ അതല്ല, സ്റ്റിച്ചൊക്കെ ഒരു ലൂസ് ആക്കിയിട്ടൊക്കെ ഇടുന്നത്. പറ്റുന്നുണ്ട്, നല്ല കാര്യം അതൊക്കെ. അപ്പൊ നമ്മളെ ഫോട്ടോ ഇതുവരെ ഫുൾ ലുക്ക് കാണിച്ചു കൊടുക്കണം. നമ്മളെ കോസ്റ്റ്യൂം കോസ്റ്റ്യൂമാ, നല്ല ചെറിയൊരു കോസ്റ്റ്യൂമാ. അങ്ങോട്ട് പോയി നമ്മൾ വോയിസ് ഇട്ടില്ല. ഞാൻ അടിയിലേക്ക് ആക്കിയിട്ട് കാണിച്ചാൽ ഗൈസ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്താൽ ഒരേ ഡ്രസ് എങ്ങനെയാ പോസ്റ്റ് ചെയ്യണ്ടേ? ഇങ്ങനെ മതിയോ? ഈ പോസ്റ്റ് മതിയോ? ക്യാമറമാൻ ശരിയില്ല. ബേബി ബംബ് അല്ലേ എടുക്കേണ്ടി? എങ്ങനെ പോസ്റ്റ് ചെയ്യണ്ടേ? ഇങ്ങനെയാണോ ബേബി ബംബി? നിങ്ങൾ രണ്ടര കൈയൊക്കെ ബേബി ബംബിയില് പോസിങ് പറയാണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് കൊടുക്കട്ടോ അവർക്ക്. സംഭവം നമ്മൾ ലൊക്കേഷനിൽ എത്തി. നമ്മൾ തൊട്ടടുത്താട്ടോ. ഒന്നും പറ്റുന്നില്ല ഗൈസ്, ഒരു കോസ്റ്റ്യൂം പറ്റുന്നില്ല. ഫുള്ള് സ്റ്റിച്ചൊക്കെ ഊരിട്ട് ഓരോ പഴയ ഡ്രസ്സൊക്കെ ഇറക്കുമതി. എന്താ ചെയ്യാം, ഒരു ടീം ഇവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതെ, എന്റെ മമ്മി ഡാഡി വന്നിട്ടുണ്ട്. അപ്പോ ഒരു റോഡുമ്പിൽ നിൽക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ ഒരു പാർക്കിങ്ങും കിട്ടുന്നില്ല. ഗൈസ്, ഇവിടെ ഒരാള് വന്ന് പെട്ട് തൈപ്പയില് ഫുള്ള് ബ്ലോക്ക് കുടുങ്ങി. ഇവിടെ വാപ്പ നൈസായിട്ട് കാറിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നാണെങ്കിൽ പടക്കം പൊട്ടിക്കല് കാര്യങ്ങളൊക്കെ പേടിച്ചിട്ട് നൈസായിട്ട് കിരിക്കുന്നല്ലേ. അതൊക്കെണ്ടോ, അതെ, നമ്മളൊരു കല്യാണ പരിപാടിക്ക് വന്നായിരുന്നു അവസാനം. പക്ഷെ നല്ലൊരു പെട്ട് കണ്ടോ, അവളെ വാപ്പ പുറത്ത് നിൽക്കുന്ന. ഉമ്മക്ക് ഫുള്ള് അറിയാൻ നടക്കാരായതുകൊണ്ട് ഇനിയിപ്പോഴൊന്നും വരില്ലല്ലേ. എന്താ ഈവനിങ് ഹെൽത്തി സ്നാക്ക് പിടിച്ചതാ? ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം അത് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞാൻ അല്ലാണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ അപ്പൊ കട്ട പാലിട്ടിട്ട് ജ്യൂസ് അടിക്കും. അവൾക്കവിടെ ടോസ്റ്റ് ഇതുവരെ കഴിച്ചു നോക്കിയില്ലാന്ന്. എന്താ അവസ്ഥ? നൈസാ? സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞെടുക്ക്. ഗീ ഒക്കെ ഇട്ടിട്ടാണ് ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്. അപ്പൊ ഗീന്റെ ഫ്ലേവർ ഉണ്ട്, അവക്കാടോന്റെ ഈ ഒരു പച്ച ചോയ, ബ്രെഡിന്റെ ടേസ്റ്റ്. അതെനിക്ക് അവക്കാട് തീരെ ഇഷ്ടമില്ലാത്ത കൊണ്ടാ. പച്ചക്ക് നല്ല ടേസ്റ്റാണ്. അതൊന്ന് ശീലിച്ചാൽ അടിപൊളിയാണ്. നല്ല ബ്രേക്ക്ഫാസ്റ്റ്, നല്ല ഭയങ്കര ബോറൊന്നല്ല, രസം. ഇത് നമുക്ക് പീനട്ട് ബട്ടറോട് മിക്സ് ചെയ്തോ കുറച്ചുണ്ടാവും. ഗൈസ്, ഒരാൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയിട്ട് പിണങ്ങി നിൽക്കുന്നത്. പിണങ്ങി നിൽക്കുന്നോക്ക്. ഇനി വരുന്നുണ്ടോ ഇല്ലേ? ഞാൻ 2 പേര് കണ്ടു. വരുന്നുണ്ടോ? ഉണ്ടോ? വരുന്നുണ്ടോ ഇല്ലേ? 3 പ്രാവശ്യം ഞാൻ തിരിച്ചു പോട്ടു. പിണക്കത്തില. അപ്പൊ ശരിയാവും. കാറിൽ കയറി കഴിഞ്ഞാൽ എല്ലാം മൂട് മാറും. അത് വരെ ഉള്ളൂ. എനിക്ക് പറയാൻ പറ്റാ കടിക്കല്ല. നീ വാ. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ആരെയും പറഞ്ഞ് പറ്റിക്കാൻ പാടില്ല. പറഞ്ഞ് നമ്മൾ ശരിക്കും സീരിയസ് ആയിട്ട് പറയാ. നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ എന്താവുള്ളൂ പറയാവുള്ളൂ. അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് ഹോപ്പ് കൊടുക്കരുത്. ഇത് എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോവാ, എൻ്റെ വീട്ടിലേക്ക് ഇവിടെ പോരി, നമുക്ക് 2 കൂടി പോവാന്നല്ല. എന്നിട്ടില്ലേ ഷോ ഓഫ് ഇട്ട് നടക്ക. എന്നെ കൊണ്ടുവന്നില്ല. ഞാൻ ഇങ്ങനെ പിന്നാലെ പോണേക്കൂ. കാര്യം മനസ്സിലാക്കണേ. എന്താ പറയാ, നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ലേറ്റ് ആയിക്കുള്ളൂ. 10 മിനിറ്റ് കൊണ്ട് മറ്റേ നാഗവല്ലിയായിട്ട് പോവാന്ന് പറയില്ലേ, അതേമാതിരി ഒരു പോക്ക് പോകുന്നുണ്ട്. ഇല്ല, എന്നെ കൊള്ള കൊതു. ഞാൻ ഇങ്ങനെ പറയാ പോവല്ലേ പോന്നില്ലേ, പിന്നുള്ള എല്ലാ കൊതുകളും കുത്തിയിട്ട് ഇന്നെ ഇങ്ങനെ ചോര കുടിച്ച് പോവോര്. ആന്ന്
ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. നിക്കാനൊന്നല്ല, ചുമ്മാ കാണാൻ പോവാ. അതിന്റെ സന്തോഷത്തിലാണ്, ഭയങ്കര ഹാപ്പിയിലാണ്. അതിന്റെ കുഞ്ഞി കഷ്ടം തരും. അതിന്റെ മധുരം കഴിക്കാൻ വേണ്ടി ഒത്തിരി ഇഷ്ടം. സ്പെഷ്യലായി ഐറ്റം കഴിച്ചിരിക്കുകയാണ് ഗൈസ്. വന്ന അവിടെ തന്നെ ഫുഡ് പരിപാടി തീർത്ത് കാണാം. പൂളക്കറിയും പിയാപ്പിൾക്കോര കറിയും, പിയാപ്പിൾക്കോര കറിയും പൂളക്കറിയും നല്ല കോമ്പിനേഷൻ. ഫസ്റ്റ് തന്നെ ഫുഡ് അടി പരിപാടി കഴിച്ച്. ഫസ്റ്റ് ഒന്നല്ല, പിന്നെ അതൊരു അതാണ് എന്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാനാണല്ലോ. ആദ്യം നേരെ വീട് വാതിലൊരു നേരെ സാധാരണ ചോറ് ചെയ്യും, പക്ഷെ ചോറ് സ്കിപ്പ് ചെയ്തു. വാതിലൊരു നേരെ അടുക്കളൊക്കെ ഓടി. വന്നത് വേറൊരു കാര്യത്തിനാണ്, ചാക്കിലാക്കി വെച്ച്. അതിനാണ് നേരെ വന്നല്ലേ. പോയി നമുക്ക് ഇവിടെ വന്നാൽ പിന്നെ ഇറങ്ങാൻ കുറച്ച് പണി. ആ സീറ്റ് കസാനം പോകുന്നുണ്ട്, എണീക്കൂല. എന്താ പരിപാ? ഇത് കണ്ടോ, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനല്ലേ. എന്താ പറയാ സാധനം? ഇത് വാഷിംഗ് മെഷീൻ ഇടുന്ന വാഷിംഗ് മെഷീൻ ഇടുന്ന സാധനം. ഭയങ്കര സ്മെല്ല്. നമ്മളെ സോപ്പ് പൊടിക്ക് പകരമായിട്ട് ഇട്ട ഒന്നിട്ട് കൊടുത്താൽ മതി. നല്ല സ്മെല്ലും ഉണ്ടാവും, നല്ല രസം, നല്ല സ്മെല്ലാണ്. പിന്നെ സോപ്പ് പൊടിക്കാട്ടി കുറച്ചുകൂടി കംഫർട്ടായി യൂസ് ചെയ്യാൻ. നല്ല അടിപൊളി, നല്ല സ്മെല്ല്. ഒരു പാക്കറ്റിന് എനിക്ക് 130 സംതിങ് അല്ലേ? അതിലൊരു എത്ര പീസ് വരുന്നുണ്ട്? 12. 130 തോന്നുന്നു. 12 പീസിന്റെ അടുത്ത് നമുക്ക് 12 വാഷ് യൂസ് ചെയ്യാം. നൈസ് പ്രൊഡക്റ്റ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മുറ്റത്തിരുന്നിട്ട് ഉമ്മനോട് അരമണിക്കൂർ കാത്തായിരുന്ന ഒരാളെ കാണിച്ചുതരാം. ഞാൻ അവിടെ കാറ് കയറി ഇരുന്നിട്ട് അരമണിക്കൂറായി. ഇവിടെ ഒരു എന്താ പറയുക, തേങ്ങയും കുറച്ച് എറിഞ്ഞെടുക്കാൻ വന്നതാണ്. എളിഞ്ഞെടുക്കാനും തേങ്ങ എടുക്കാനും വന്നിട്ട് ഇവിടെ 3 മണിക്കൂറായി. ഫുഡ് അടി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ലാസ്റ്റായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. എന്നിട്ടിപ്പോൾ ഇത് അരമണിക്കൂറായിട്ട് കഥ പറഞ്ഞിരിക്കുക. കണ്ടോ ഗൈസ്, കഥ പറഞ്ഞ് കയ്യില. കണ്ടോ അടച്ചോ, അരമണിക്കൂറായി. കണ്ടോ, ഗ്ലാസ് തുറക്കുന്നില്ല, അല്ല ഡോർ തുറക്കുന്നില്ല. കഴിഞ്ഞില്ലേ കഥ? അത് കണ്ടോ മോളെ, പോവാ. 1 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് 5 മണിക്കൂറായി. കയ്യില എന്റെ വാപ്പ നമുക്ക് സാധിക്കോ? വാപ്പ നമുക്ക് എന്താ അറിയാം, മറ്റേതില്ലേ ലുങ്കി വെള്ളത്തുണിയോ അത് പിടിപ്പിക്കുക, കാച്ചിയും ഉണ്ടോ എന്റെ അമ്മനെ പിടിപ്പിക്കുക. വാപ്പ സമ്മതിക്കൂലെന്ന് ഞാൻ പറയാം, നമുക്ക് വാപ്പാനെ സെറ്റ് ആക്കാം.